ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. യൂഷ്വലി ഞാൻ എങ്ങനെയാണ് പുറത്ത് റെഡിയായി പോകുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അധികം മേക്കപ്പ് കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ആക്കാറില്ല, അത് ഞാൻ ഫസ്റ്റിൽ പറയുവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് സൺസ്ക്രീൻ ആണ് അപ്ലൈ ചെയ്യുന്നത്. എൻ്റെ സ്കിൻ വന്നിട്ട് ഇച്ചിരി ഡ്രൈ ആണ്, ഓയിലി അല്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു സൺ പ്രൊട്ടക്ട് കൊടുക്കാറുണ്ട് എൻ്റെ സ്കിന്നിൽ. ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് നിവ്യയുടെ സൺ പ്രൊട്ടക്ടറാണ്. ഇതൊരു നമ്മുടെ ഹെൽത്തി സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. UVA UVB ഇതെല്ലാം ഹൈ SPF ആണ്. 48 hours മോയ്സ്ചറൈസറായിട്ട് നമ്മുടെ ഫേസ് ഇരിക്കാറുണ്ട്. വാട്ടർ റെസിസ്റ്റന്റ് ആണ്. ചെയ്യുമ്പോൾ കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാം എന്തുമാത്രം ലൈറ്റ് വെയിറ്റ് ആയിട്ട് വൈറ്റ് കാസ്റ്റ് ഒട്ടും ഇല്ലാത്ത സാധനമാണെന്ന്. നല്ല പ്രോഡക്റ്റ് ആണ്, എനിക്ക് ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എൻ്റെ കണ്ണിൽ മസ്കാര അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ മസ്കാര എന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും ബെസ്റ്റ് മസ്കാരയായിട്ട് ഞാൻ വച്ചിരിക്കുന്ന സാധനമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ എനിക്കിത് ഇഷ്ടമാണ്. ഇതിൻ്റെ ബ്രഷ് വന്നിട്ട് നല്ല തിന്നാണ്. ഇത് നമ്മൾ അപ്ലൈ ചെയ്ത ഉടനെ തന്നെ നന്നായിട്ട് നമ്മുടെ ഐലാഷ് വന്നിട്ട് നല്ല സ്റ്റിക്കി ആവുന്നുണ്ട്. നല്ല നമ്മൾ ഏത് ഷേപ്പിനാണോ നമ്മുടെ ഇതിങ്ങനെ കോതി കൊടുക്കുന്ന ആ ഷേപ്പിന് നമ്മുടെ ഐലാഷ് മൂവ് ആയിരിക്കുന്നതായിരിക്കും, സ്റ്റിക്കി ആയിട്ട് അങ്ങനെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഞാൻ ഇത് ടെമോയിൽ നിന്ന് ലോ കോസ്റ്റിന് മേടിച്ചതാണ്. അടുത്തതായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നത് കാജലാണ്. കാജൽ ഞാൻ എപ്പോഴും ഫേസിൽ എൻ്റെ ഐയിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേന് ഇത്തിരി സ്പ്രെഡ് ചെയ്താണ് ഞാൻ അപ്ലൈ ചെയ്യാറ്. എനിക്ക് അതാണ് ഇഷ്ടം. ഐ ഇച്ചിരി ബിഗായിട്ട് കാരണം എൻ്റെ ഫേസ് വലുതായതുകൊണ്ട് ഐ ഇത്തിരി ബിഗായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ വരയ്ക്കുന്നതാണ് ഇഷ്ടം. അടുത്ത് ഞാൻ എടുക്കുന്നത് എൻ്റെ ലിപ് ബാം ആണ്. ലിപ് ബാം ഇല്ലാതെ കാരണം ഞാനൊരു ഫസ്റ്റ് കോട്ടിംഗ് പോലെ ഞാൻ എൻ്റെ ലിപ് ബാം കൊടുക്കാറുണ്ട്. അത് കൊടുക്കാതെ ഞാൻ ഒരു ലിപ്സ്റ്റിക്കും അപ്ലൈ ചെയ്യുന്നത് ഇല്ല, അത് കുറവായിരിക്കും. ഓക്കെ, എന്നിരുന്നാലും പോട്ടെ. അപ്പോൾ അടുത്ത് അത് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനൊരു ലൈനർ വരയ്ക്കുന്നുണ്ട്. അതിനുശേഷം ലിപ്സ്റ്റിക്ക്. ഇത് വന്നിട്ട് കോസ്റ്റ്ലി ആയിട്ടുള്ളതൊന്നുമല്ല, ADSൻ്റെതാണ്. വെൽവെറ്റ് കളർ മേറ്റ് ആണ് ഇതിൻ്റെത്. ഇത് ലിപ് ഗ്ലോസ് ആണ് വിത്ത്. നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. എൻ്റെ ഫേസിന് എൻ്റെ സ്കിൻ ടോണിനും ഒരു മീഡിയം സ്കിൻ ടോണിന് പറ്റുന്ന തരത്തിലുള്ള ലിപ്സ്റ്റിക്കാണ്. ഐ ലൈക്ക് ഇറ്റ് ദിസ് വൺ. ഓക്കെ, ദെൻ ഇതിനെ തന്നെയാണ് ഞാൻ എൻ്റെ ബ്ലഷായിട്ടും ഐ ഷാഡായിട്ടൊക്കെ ഉപയോഗിക്കുക. കാരണം ഞാൻ ഫേസിൽ വേറെ പൗഡേഴ്സ് ഒന്നും അങ്ങനെ യൂസ് ആക്കാറില്ല, എനിക്കത് താല്പര്യമില്ല. വല്ല വലിയ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇച്ചിരി ബ്രൈറ്റ് ആവാൻ വേണ്ടി അപ്ലൈ ചെയ്യാറുണ്ട്. പുറത്തൊക്കെ പോകുമ്പോൾ അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. ജസ്റ്റ് ഞാൻ ഏത് ലിപ്സ്റ്റിക്കാണോ, ഇതല്ല ഇനി വേറെ ഏത് ലിപ്സ്റ്റിക്കാണോ ഞാൻ എടുക്കുന്നത് ആ ലിപ്സ്റ്റിക്ക് തന്നെയാണ് ഞാൻ ബ്ലഷായിട്ട് ഐ ഷാഡോ ആയിട്ടൊക്കെ യൂസ് ആക്കാറുള്ളത്. ഇത്രയും ഈ കാണുന്ന ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നത് പോലെ ഞാനൊന്ന് കൈവച്ച് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. ഈസി ആയിട്ടുള്ള പരിപാടിയാണ്. നോസിലൊക്കെ നോസ് എൻ്റെത് വന്നിട്ട് ഒരു ഉണ്ട ടൈപ്പ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ നോസിൽ എപ്പോഴും ആ ലിപ്സ്റ്റിക്കിൻ്റെ ഇത് അപ്ലൈ ചെയ്ത് ഒന്ന് കൈ കൊണ്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതാണ് എൻ്റെ ലുക്ക് ഫേസിലെ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു പൊട്ട് വയ്ക്കാറുണ്ട്. ചിലപ്പോൾ സ്റ്റോൺ വയ്ക്കാറുണ്ട്, അല്ലെങ്കിൽ ഇതിപ്പോൾ ബ്ലാക്ക് ഡോട്ടാണ് വയ്ക്കാറ്. റോസിൽ ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ജസ്റ്റ് ഹെയർ ഒക്കെ ഒന്ന് പീരിത്തിട്ടൊരു ഷോയൊക്കെ കാണിക്കാം, ഡോഗ് ഷോ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത് കാണും വരയ്ക്കും ബൈ.